വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവെ യാത്രയിൽ അനുദിനം ദൈവവചനമാണല്ലോ ഞങ്ങളെ നേരിൽ സത്യത്തിൽ വഴി നടത്തുന്നത്. ഞങ്ങൾ കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങോട്ട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അടിയനെ നിറഞ്ഞ് അങ്ങ് നൽകിയിരിക്കുന്ന കൃപയിൽ കർത്താവെ വചനം ഘോഷിപ്പാൻ അതിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. നമ്മുടെ ചിന്തയ്ക്കായി പൗലോസ് അപ്പോസ്തലൻ കൊളോഷ്യൻസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ദി എപ്പിസ്റ്റൽ ഓഫ് സെയിൻറ്റ് പോൾ ടു കൊളോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 17. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ക്രൈസ്തവ മതം ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ്. നമുക്കറിയാം, 2000 വർഷങ്ങൾ കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ അധികമാണ്. എന്നാൽ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റ് മതങ്ങളിൽപ്പെട്ടവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നാം പരിശോധിക്കുമ്പോൾ അത് നല്ല ശതമാനം ആളുകളിലും അപ്രകാരം ഒരു പ്രത്യേകത, വ്യത്യസ്തത കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ക്രൈസ്തവ മതം വലിയ മതമാണെങ്കിൽ പോലും അത് വളരുവാൻ കഴിയുന്നില്ല. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികളിലുണ്ടായ മാറ്റങ്ങൾ, അവരിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, മാതൃകാപരമാകുന്ന അവരുടെ ജീവിതങ്ങളൊക്കെയുമാണ് അന്യമതങ്ങളിൽപ്പെട്ട അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ അവരെ ആകർഷിക്കുവാൻ മുഖാന്തരമൊരുക്കിയത്. ആദ്യ നൂറ്റാണ്ടിൽ നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യമായിരുന്നു. പീഡനങ്ങളുടെ ഒരു വലിയ സാഹചര്യങ്ങളുടെ അന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവർ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് യഹൂദ സഭയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന അനേകർ പീഡനങ്ങളിലൂടെ കടന്നുപോയെന്നായും രക്തസാക്ഷികളായി തീരുന്നൊക്കെയും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവർ പോലും അന്യമതങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ കാരണം എന്താണ്? ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതം, അവൻ്റെ ജീവിതത്തിലൂടെ യേശുവിനെ കാണുവാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ മനോഭാവവും യേശു എപ്രകാരം താൻ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ചുവോ അപ്രകാരം ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരിൽ കൂടിയുള്ള പ്രവർത്തനം കാണാതെ വരുന്നതുകൊണ്ട് ആണ് ഇത്, അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസത്തിലേക്ക് അനേകർ വരാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത, വാസ്തവമായും വിശ്വാസത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്ന വ്യക്തി, അത് അവൻ്റെ ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും അത്രേ. എന്ത് ഫലം? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ
തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയജയം, ആത്മനിയന്ത്രണം തുടങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒരു വ്യക്തിയിൽ, വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വഭാവ ഗുണങ്ങളിലേക്ക് അല്ലെങ്കിൽ നാം വളരുമ്പോഴാണ് മറ്റനേകരെ കർത്താവിലേക്ക് എനിക്ക് നിങ്ങൾക്കും ആകർഷിക്കുവാൻ ഗുണം കഴിയുന്നത്. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം, വാക്കിലാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ, നാം സംസാരിക്കുന്ന വാക്കുകൾ ഒക്കെയും എപ്രകാരമുള്ളതാണെന്ന് നാം പലപ്പോഴും പരിശോധിക്കാറില്ല. നമ്മുടെ പ്രവൃത്തികളാണ് ഒരുവനെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. ഇന്ന് നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്താവിനിമയങ്ങളിൽ കൂടെ നാം മനസ്സിലാക്കുന്നത് കുറ്റവാളികളിൽ എല്ലാവരുമുണ്ട്. ക്രൈസ്തവരുമുണ്ട്, അക്രൈസ്തവരുമായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം, ക്രൈസ്തവരിൽ ഒരു വ്യത്യാസം അക്രൈസ്തവരായിരിക്കുന്നവർക്ക് കാണുവാൻ കഴിയുന്നില്ല. അവരുടെ ദർശനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വാക്കുകൾ ക്രൈസ്തവരിൽ നിന്ന് വ്യത്യസ്തമല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഒരുവൻ വിശ്വാസത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഒരുവൻ കർത്താവ് അവനെ തിരഞ്ഞെടുത്താൽ, അവൻ ദൈവ പൈതലെങ്കിൽ പറയുകയാണ്, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പോൾ നാം എന്ത് ചെയ്താലും, അത് ചില കാര്യങ്ങൾ ചെയ്യുവാനല്ല, എന്ത് ചെയ്താലും വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നതൊക്കെയും കർത്താവിന് ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ കഴിയണമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കും. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പോൾ കർത്താവ് എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ കർത്താവിന് എങ്ങനെ നാം ചെയ്യും, അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ആയിത്തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ് അദ്ദേഹം, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. പിതാവാവുന്ന ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യണം. എന്താണ്? യേശു മുഖാന്തരം, യേശു വഴിയാണ് നമുക്ക് രക്ഷ ലഭ്യമായിരിക്കുന്നത്. രക്ഷ എന്ന വലിയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത് യേശു മൂലം മാത്രമാണ്. യേശു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമായി അവൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തതുകൊണ്ടത്രേ രക്ഷ എന്ന വലിയ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. യേശു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ, ആ സന്തോഷം നാം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ വിശുദ്ധിയിൽ വളരേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ആദ്യം മുതൽ വായിക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് വളരുന്നതിനെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, 2 Corinthians chapter 5 verse 17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രൈസ്തവൻ എന്ന് പറഞ്ഞ് കൊണ്ട് അല്ലെങ്കിൽ ക്രൈസ്തവ നാമമേറിയതുകൊണ്ട് കാര്യമായില്ല. ക്രിസ്തുവിലായാൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിത അനുഭവമായിട്ട് വരണം, ക്രിസ്തുവുമായി ചേർന്ന് ജീവിക്കുവാൻ കഴിയണം. അങ്ങനെ ആയ ഒരു വ്യക്തി പറയുകയാണ്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ ഒരു മാറ്റവും ആ വ്യക്തിയിൽ ഉണ്ടാകില്ല. പക്ഷേ ആന്തരികമായി അവനിലൊരു വലിയ മാറ്റമുണ്ടാകണം എന്ന അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുകയാണ്. ആന്തരികമായി എന്ന് പറയുമ്പോൾ ആത്മാവിൽ വളരുന്ന, ലോകത്തിൻ്റെ ചിന്തകളിലായിരുന്ന ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ യേശു എങ്ങനെ ജീവിച്ചു അല്ലെങ്കിൽ യേശു നമുക്ക് മാതൃകയായി തന്ന ആ ഒരു അവസ്ഥയിൽ കഴിയുവാൻ കൊണ്ട് അവന് കഴിയും. ആത്മീയമായ അവൻ്റെ ദർശനത്തിന് മാറ്റമുണ്ടാകണം, അവൻ്റെ വീക്ഷണത്തിന് മാറ്റമുണ്ടാകണം, അവൻ്റെ ലക്ഷ്യങ്ങൾക്ക് മാറ്റമുണ്ടാകണം, അവൻ്റെ പ്രവർത്തനങ്ങൾക്കും അവൻ്റെ സംസാരങ്ങൾക്കും മാറ്റമുണ്ടാകണം എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു,
പഴയത് കടന്നുപോയി. പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ, പാപത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കർത്താവ് ആകർഷിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകേണ്ട മാറ്റങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. പഴയത് കടന്നുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. അപ്പോൾ ലോകത്തിൽ നിന്ന് നമ്മെ വിളിച്ചു. ഇനി നാം ലോകത്തിലുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിനുള്ളവർ ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ അവന് കഴിയണം എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊലോസ്യ ലേഖനം നാം വീണ്ടും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3:9-10 തിരുവചനത്തിൽ വായിക്കുകയാണ്, പരസ്പരം വ്യാജം പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. അപ്പോൾ വാസ്തവമായ ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ദൈവകൃപ അനുഭവമാക്കിയ ഒരു ദൈവ പൈതൽ അവൻ്റെ ജീവിതത്തിൽ ഫിലോസഫേഴ്സും പറയുകയാണ്, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികൾ, പാപത്തിൽ കഴിഞ്ഞിരുന്ന സാഹചര്യങ്ങളിലുണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ, അവ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ. അപ്പോൾ യേശുവിനെ അറിഞ്ഞ് യേശു രക്ഷകനെന്ന് വിശ്വസിച്ച് വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി അവൻ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാകണം. അതാണ് അവിടെ പറയുന്നത്, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിരൂപത്തിനനുസരിച്ച് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യൻ്റെ സ്വഭാവം അതെന്താണ്? നാം ഇവിടെ തന്നെ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളവ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ളവയല്ല ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കുവിൻ. അപ്പോൾ ക്രിസ്തുവിലേക്ക് വന്ന, ക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ദർശനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആകരുത് അവൻ ജീവിക്കുന്നത്. അവൻ്റെ ലക്ഷ്യം ഈ ലോകത്തിനപ്പുറമായൊരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ നിത്യരാജ്യത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായി അവൻ മാറണമെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പാപശരീരത്തിൽ ആയിരുന്ന നമ്മെ ആത്മാവിൽ ഒരു പുതുക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരങ്ങളിലുള്ളവ അന്വേഷിക്കുകയും, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന ക്രിസ്തു ഇരിക്കുന്ന ആ സ്ഥലം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയുള്ളൊരു ജീവിതമായിരിക്കണം ഈ ഭൂമിയിൽ അപ്രകാരം വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഭൂമിയിലുള്ളവയല്ല ഉയരത്തുള്ളവ തന്നെ ചിന്തിക്കുകയും. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ളവയെക്കുറിച്ച് നാം ചിന്തിക്കും. നമുക്ക് ജോലി വേണം, ആരോഗ്യം വേണം, ഭവനം വേണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, എല്ലാം വേണം. ഇത് ചിന്തിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ കഴിയില്ല. പക്ഷേ അവൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്? ഈ ഭൂമിക്ക് അപ്പുറമായി അല്ലെങ്കിൽ ഈ ജീവിതത്തിനപ്പുറമായൊരു ജീവിതം, നിത്യജീവൻ എന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അവയെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുവാനും അവന് കഴിയണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, വാട്ട് വുഡ് ജീസസ് ഡു, WWJD എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ്. യേശു എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിലും ഇടപെട്ടിരുന്നത്? അപ്പോൾ യേശു ഇടപെടുന്നത് പോലെ, യേശു സംസാരിക്കുന്നത് പോലെ, യേശുവിൻ്റെ മനോഭാവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഉള്ള ഒരു മൂവ്മെൻറ്റായിട്ട് അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം അനേക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരാണ്. നമുക്ക് ജോലിയുണ്ട്, ഭവനമുണ്ട്, സാമൂഹ്യമാകുന്ന പല കാര്യങ്ങളിൽ നാം ഇടപെടുന്നുണ്ട്. അവിടെയൊക്കെയും നാം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വസ്തത ഉണ്ടാകുന്നത് നാം ദൈവത്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ നാം പ്രവർത്തിക്കുമ്പോഴാണ് എന്ന് തിരുവചനം നമ്മെ ഓർപ്പെടുത്തണം. വാക്കിനാലോ ക്രിയയാലോ
നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പോൾ യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ, യേശു ചെയ്തതുപോലെ, യേശു പ്രവർത്തിച്ചതുപോലെ, യേശു സംസാരിച്ചതുപോലെ ചെയ്യുവാൻ അങ്ങനെ നമുക്ക് സാധ്യമാകും എന്ന അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുവഴി എന്താണ്? അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. തുടർന്ന് 23-ാമത്തെ തിരുവചനം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അപ്പോൾ ദൈവത്തിന് ചെയ്യുന്നത് പോലെ, നമ്മുടെ ജോലി ആയിരുന്നാലും നമ്മുടെ പഠനമായിരുന്നാലും ഇവിടെയൊക്കെയും സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തിന് ചെയ്യുന്നത് പോലെ നാം ചെയ്യുമ്പോഴാണ്. മേലധികാരികളെ പ്രീതിപ്പെടുത്തുവാനല്ല, മറ്റാരെയും പ്രീതിപ്പെടുത്തുവാനല്ല, പിന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവം അറിയുന്നു, അതിന് ഒരു പ്രതിഫലം നമുക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നാം ചെയ്യുമ്പോൾ പരമാർത്ഥത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും എന്ന് ഈ തിരുവൻ നമ്മെ ഓർപ്പിക്കുകയാണ്. നാം വായിച്ചു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല. മനുഷ്യർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, പക്ഷേ അത് ചെയ്യുമ്പോഴും ആർക്കു വേണ്ടിയാണ്? കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവാൻ. ആരും നിർബന്ധിച്ചിട്ടല്ല, അത് ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ല, പിന്നെ മനസ്സോടെ, നല്ല മനസ്സോടെ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയണമെന്ന് തിരുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് തുറന്നുള്ള വാക്യത്തിൽ പറയുകയാണ്, അവകാശമെന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുമെന്ന് അറിയുവിൻ, എന്തെന്നാൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാകുന്നു. അപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിന് ചെയ്യുന്നത് പോലെ നാം ചെയ്താൽ ഒരുപക്ഷെ അതാരും ഒരുപക്ഷെ അറിയുന്നില്ല ഇരിക്കാം, പക്ഷേ ആരറിയുന്നു? നമ്മെ അറിയുന്ന നമ്മുടെ ദൈവം അറിയുന്നു. കർത്താവിന് ചെയ്യുന്നത് പോലെ നാം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അവകാശമെന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കും. കർത്താവിൽ നിന്ന് നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കും. ഒരുപക്ഷെ മേലധികാരികൾ അറിയുന്നില്ലായിരിക്കും, നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാരും അറിയുന്നില്ലായിരിക്കും, നമ്മുടെ പരമാർത്ഥത മറ്റാരും കാണുന്നില്ലായിരിക്കാം, പക്ഷേ നാം അത് ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും എന്നിവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും, ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ നമുക്ക് അത് സാധ്യമാകും. കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള, എവിടെയായിരുന്നാലും, ജോലിയിൽ, പഠനത്തിൽ, പഠിക്കുമ്പോൾ നാം എവിടെയായിരുന്നാലും നമ്മുടെ പ്രവർത്തനങ്ങൾ കർത്താവിനെന്ന പോലെ നാം ചെയ്താൽ അതിന് പ്രതിഫലം കർത്താവിൽ നിന്ന് നമുക്ക് ലഭ്യമാകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, അവകാശമെന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുമെന്ന് അറിയുന്നു, എന്തെന്നാൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാകുന്നു. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ശുശ്രൂഷയായിട്ട് ചെയ്യണം. നാം ആരെയും ഭരിക്കുവാൻ, നാം ആരുടെയും മേൽ അധികാരത്തോടു കൂടിയല്ല നാം ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ എങ്ങനെ കർത്താവ് ചെയ്തുവോ അപ്രകാരം ചെയ്യുവാൻ കൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. കർത്താവ് വന്നത് ശുശ്രൂഷിക്കുവാനായിട്ടാണ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല. ഗുരുവായിരിക്കെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ആ വലിയ ശുശ്രൂഷയുടെ മാതൃക കർത്താവ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഗുരുവായിരിക്കെ ഇത് ചെയ്യുന്നുവെങ്കിൽ നിങ്ങളും പരസ്പരം ഇത് ചെയ്യുവീൻ എന്ന് അവരെ പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ ആ ശുശ്രൂഷ മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുതന്നെ ആണ് നാം ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നത്, 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവിൽ എന്തെങ്കിലും പ്രോത്സാഹനമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ എന്തെങ്കിലും കൂട്ടായ്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവുമുള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും കലഹത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റവനെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്ന് കരുതിക്കൊള്ളുവിൻ. അപ്പോൾ എങ്ങനെയാണ് നാം ശുശ്രൂഷ മനോഭാവമുള്ള ഒരു വ്യക്തി എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. നിങ്ങൾ ഏക മനസ്സും ഏക സ്നേഹവും ഉള്ളവരായി ആത്മാവിൽ ഐക്യം പ്രാപിച്ച് ഏക ലക്ഷ്യമുള്ളവരെ എൻ്റെ സന്തോഷം പൂർണ്ണമായി കലഹത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് കരുതിക്കൊള്ളുക. മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ഒരു ചിന്ത വരുമ്പോഴാണ് അപ്രകാരം നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം കഴിയുന്നത്. അത് പറയുകയാണ്, ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യം കൂടി നോക്കണം.
അപ്പോൾ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യം മാത്രമല്ല, മറ്റുള്ള വ്യക്തിക്കത് നന്മയാണോ അവർക്ക് ദോഷമാണോ എന്നുകൂടി നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം. എന്താണ് ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന മനോഭാവം? അവൻ ദാസനായി ഈ ഭൂമിയിൽ വന്നു. നമുക്കറിയാം, ഏറ്റവും എളിമപ്പെട്ട അവസ്ഥയിലാണ് അവൻ പൂജാതനാകുന്നത്. ദരിദ്ര ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ പിറക്കുവാൻ പോലും ഒരു സ്ഥലമില്ലാതെ ഈ ഭൂമിയിൽ അവൻ പൂജാതനായിട്ട് നാം കാണുകയാണ്. അവൻ വളർന്ന സാഹചര്യം നമുക്കറിയാം. അവൻ മരിക്കുമ്പോഴും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അവന് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതായിട്ട് നാം കാണുകയാണ്. പക്ഷെ അവൻ്റെ ജീവിതം അനേകർക്ക് ആശ്വാസവും അനേകർക്ക് സന്തോഷവും സമാധാനവും പകർന്ന ഒരു ശുശ്രൂഷ ജീവിതമായിരുന്നു. അത് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവ സ്വരൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിനായി മനുഷ്യ രൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദൈവമായിരിക്കെ ആ ദൈവത്വം അവൻ ഉപേക്ഷിച്ച് മനുഷ്യൻ ആകുക മാത്രമല്ല, ഏറ്റവും എളിയ രീതിയിൽ മനുഷ്യനായി. അതോടെ നിന്ന് വായിക്കുകയാണ്, അവൻ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യനെ ദൈവമായിരിക്കെ തന്നെ മനുഷ്യനും ദൈവത്വവും മനുഷ്യത്വവും അവനിലൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുവാൻ കഴിയുന്ന തലത്തിലേക്ക് അവൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. എന്നിട്ട് പറയുകയാണ്, മനുഷ്യ രൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട്. ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഹീനമായിട്ടുള്ള മരണമാണ്. ഏറ്റവും വലിയ കൊലയാളിക്ക് അല്ലെങ്കിൽ കുറ്റവാളിക്ക് നൽകുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. ഏറ്റവും പരിഹാസത്തിന് നിന്ദയായി കുരിശിനെ കണ്ടിരുന്ന ഒരു കാലയളവിൽ കുരിശ് മരണം അവൻ വഹിച്ചു. കുരിശ് മരണം വരിക്കുവാൻ കാരണം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ പിതാവിന് കൽപ്പിച്ചത് അവൻ അനുസരിക്കുകയാണ്. തൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ അവൻ പൂർത്തീകരിക്കുന്നതായിട്ട് നാം കാണുകയാണ്. അപ്പോൾ അവന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് തുടർന്ന് നാം വായിക്കുകയാണ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. അവൻ ഏറ്റവും എളിയ രീതിയിൽ ഭൂമിയിൽ ജനിച്ച് ഏറ്റവും ഹീനമായി അവൻ മരണപ്പെട്ട് ഏറ്റവും അനുസരണമുള്ളവനായി തീർന്നതിൻ്റെ ഫലം നാം അവിടെ കാണുകയാണ്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അധികം ഉയർത്തി സകല നാമങ്ങളിലും ശ്രേഷ്ഠമായ നാമം അവന് നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അതുകൊണ്ട് പിതാവാവുന്ന ദൈവം അവനെ ഏറ്റവും ഉന്നത സ്ഥാനത്തിൽ, പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തി ആ വലിയ സ്ഥാനത്തിൽ അവനെ ഇരുത്തുന്നതായിട്ട് നാം കാണുകയാണ്. അവൻ്റെ നാമം നാം വായിച്ചാണ്, എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിനായി ഏറ്റുപറയും. എല്ലാ നാവും ഏറ്റുപറയും. അത് യേശുവിൻ്റെ അനുസരണമാണ്. യേശു ഭൂമിയിൽ ദാസരൂപം സ്വീകരിച്ച് വന്നതുകൊണ്ടാണ്. യേശു ശുശ്രൂഷകനായി തീർന്നതുകൊണ്ടാണ്. ആ ശുശ്രൂഷ മനോഭാവമാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടതെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ശുശ്രൂഷ മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ വാക്കുകളോ ക്രിയയാലോ നാം എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. അവിടെ നമുക്ക് പിന്നെ ദുരഭിമാനമില്ല. മറ്റാരെന്ത് ചിന്തിക്കുമെന്ന് നാം കരുതുകയില്ല. കാരണം നാം ശുശ്രൂഷ ചെയ്യുവാൻ ചുമതലപ്പെട്ടവരാണ്. യേശു ശുശ്രൂഷ ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അപ്രകാരമൊരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ, നമ്മെ കാണുന്ന അനേകർ യേശുവിനെ കാണുവാൻ അത് മുഖാന്തരം വരുത്തുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. ഉപ്പിനും വെളിച്ചത്തിനൊക്കെയും വലിയ വിലയാണ്. ഉപ്പ് നമുക്കറിയാം, വലിയ വില ഉപ്പിന് ഉണ്ട്. ഒരുപക്ഷെ ഉപ്പിന് മോണിറ്ററി വാല്യൂ അധികം ഇല്ല എങ്കിൽ പോലും ഒരു ഭക്ഷണത്തിൽ അത് ചേർക്കുമ്പോൾ അത് രുചികരമാക്കി തീർക്കും. അല്ലെങ്കിൽ
അത് ജീർണിച്ചു പോകാതെ ഒരു വസ്തു സൂക്ഷിക്കുവാൻ ഉപ്പ് ഉപകരിക്കുന്നു. അങ്ങനെ ഉപ്പിന് ഒരു മനുഷ്യ ജീവിതത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ്. അതുപോലെ തന്നെ വെളിച്ചം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ അന്ധകാരത്തിലായിരിക്കുന്ന ഇരുട്ടിൽ കഴിയുന്ന വസ്തുക്കളെ കണ്ടെത്തുവാൻ വെളിച്ചം ആവശ്യമാണ്. അപ്പോൾ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് യേശുവിൻ്റെ വെളിച്ചമായി നാം ഓരോരുത്തരും തീരുക. അത് സാധ്യമാകുന്നത് ഈ ശുശ്രൂഷ മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മളിലൂടെ യേശുവിനെ നേർ കാണുവാൻ, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയും. ഇന്ന് ക്രൈസ്തവ സഭ വളരാത്തതിൻ്റെ കാരണം അതുതന്നെയാണ്. വലിയ സഭയെന്ന് നാം അവകാശപ്പെടുമ്പോൾ അല്ലെങ്കിൽ അഭിമാനിക്കുമ്പോഴും മറ്റ് മതത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളോ ചിന്തകളോ നമ്മുടെ ജീവിതത്തിലുണ്ടോ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനൊരു മനോഭാവം നമുക്കുണ്ടോ? മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് കരുതുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നാം അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അപ്രകാരം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവരായി നാം യേശു കാണിച്ചു തന്ന മാതൃക നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്, കർത്താവ് അവരുടെ ജീവിതത്തിന് അനുഭവമായി മാറുവാൻ കഴിയുന്നത്, കർത്താവ് സകലത്തിനും മതിയായവനെന്നുള്ള വലിയ സത്യം അവർക്ക് അനുഭവമാക്കുവാൻ തൊക്കെയാണ് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിക്കുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാനും മറ്റൊരു നാമവുമില്ല, യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമം ഏറ്റവും അധികം ഉയർത്തപ്പെട്ടത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ ജീവിതം, പരസ്യ ജീവിതത്തിൽ യേശു ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വന്ന് യേശുവിൻ്റെ മനോഭാവം മറ്റുള്ള പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സാമീപ്യം അവിടെയൊക്കെ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. അപ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയട്ടെ. നാം വായിച്ച തിരുവചനം, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശു. നമുക്ക് രക്ഷയെന്ന ആ വലിയ ഭാഗ്യത്തിലേക്ക് വരുവാൻ കഴിഞ്ഞത് യേശു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശ് മരണം ഏറ്റെടുത്തുകൊണ്ടാണ്. ആ വലിയ ഭാഗ്യത്തിൻ്റെ അവകാശികളായി തീർന്ന നമുക്ക് യേശു മൂലം പിതാവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്തതുപോലെ, യേശു പ്രവർത്തിക്കുന്നത് പോലെ, കർത്താവായ യേശുവിന് ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ഓരോ കാര്യങ്ങളിലും നമ്മെ ദൈവം സഹായിക്കട്ടെ. നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.